നമ്മൾ നൈറ്റ് റൈഡും ട്രിവാൻഡ്രം എയർപോർട്ടിലും അവിടുന്ന് എയർപോർട്ട് ത്രൂ വിഴിഞ്ഞം പോയിട്ട് അവിടുന്ന് ഫിഷൊക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്നൊരു വീഡിയോ ആണ് നമ്മളത് കാണിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ട്രിവാൻഡ്രം എത്തിയപ്പം ഒരു 800 പുള്ളിക്കാരൻ പണിഞ്ഞ് മേക്ക് ഓവർ ചെയ്ത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ട്രിവാൻഡ്രത്തിൻ്റെ മാത്രം ഡബിൾ ഡെക്കർ ബസ് യാത്രയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ചായയൊക്കെ കുടിച്ച് നിന്നിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് പോകുന്നതിൻ്റെ വിഷമം മറ്റം ചെറിയൊരു ടിപ്പൊക്കെയാണ് ഉള്ളത്. എയർപോർട്ടിൽ ചലഞ്ഞു കൊടുക്കാം. ഹായ്, അറിയോ? എങ്ങനെ അറിയും? നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 1 lakh തരുന്നതായിരിക്കും. ചെയ്യാറുണ്ടോ? ഏത് പേജ്? പേജിന്റെ പേര് പറ. പേര് മറന്നുപോയി. പേര് പറഞ്ഞ ഇപ്പൊ പൈസ തരും. ആരുടെയാ? ഗൈസ്, എന്റെ 1 lakh പോയി ഗൈസ്. അങ്ങനെ കുറച്ചു നേരം പുള്ളിയുടെ ആ ഒരു വിഷമത്തിന്റെ മൈൻഡൊക്കെ മാറ്റി ഞങ്ങളിതാ വിഴിഞ്ഞത്തെത്തി. വിഴിഞ്ഞത്ത് സാൽമണി വന്നിട്ട് ഫിഷ് അടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഫിഷൊക്കെ കഴിച്ചിട്ട് നമുക്ക് ട്രിവാൻഡ്രം വന്ന് നമ്മൾ എന്തായാലും വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ ഈ സാൽമണിൽ കയറി അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഫിഷ് ട്രിവാൻഡ്രത്ത് വന്ന വിഴിഞ്ഞത്തെ സാൽമണിലെ ഫിഷ് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. അത് നല്ല ലൈവായിട്ട് നല്ല വലിയ ഫ്ലേവറില്ലാത്ത ഇത് നൈസ് ഫ്ലേവറുള്ള ഫിഷ് കഴിക്കണമെങ്കിൽ വന്നാൽ മതി കേട്ടോ. സാൽമണിൽ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഓൾറെഡി നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട്, കയറി നോക്കിയാൽ മതി. ഇതേതാ മീനേതാ? വെള്ളാപ്പല്ലി. ഓ, സെറ്റ് സാധനം അല്ലേ. നമ്മളിത് അടിക്കും. കൊയിൻ പൊറോട്ട, ചെറിയ പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്ക് കൂട്ടത്തിൽ മീനിൻ്റെ കൂടെ കൊയിൻ പൊറോട്ടയും ചെറിയ അപ്പം ഒക്കെ ഉണ്ട്. വന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് എക്സ്പ്ലോർ വിഴിഞ്ഞൻ ഹാർബറിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഫുഡ് കഴിച്ചിരിക്കാം സാൽമൺ കേട്ടോ. ഇവിടെ വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും ഹാർബറിന്റെ വ്യൂ ആണ് കാണുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. നല്ല കൊയിൻ പോലെ ചെറിയ അപ്പവും മീനിപ്പോൾ വരും, ഉടനെ വരും. നല്ല ചെറിയ അപ്പം ഉണ്ടല്ലോ, കുഞ്ഞപ്പം, നൈസ് അപ്പം കണ്ടോ. അതും കുറച്ച് ഫിഷ് ഗ്രേവി കഴിച്ചേ. സീ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നേരത്തെ പോലെ നല്ല ഫ്രഷായിട്ട് ലൈവായിട്ട് അപ്പവും. നമ്മളിന്ന് ഓർഡർ ചെയ്തൊക്കെ ചെമ്പല്ലിയാണ്. ചെമ്പല്ലി വരും, വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ അപ്പത്തിൽ ഈ മീൻകറി ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അടിക്കണം, അടിപൊളിയാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ കാഴ്ചകളെ കണ്ട് നല്ല നാടൻ കുഞ്ഞപ്പവും മീനും എല്ലാം കഴിക്കാം. സാൽമണിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നൈസ് കുഞ്ഞപ്പവും മീൻകറിയും പിന്നെ ചെമ്പല്ലി തവായ്പ വരുന്നതായിരിക്കും. പിന്നെ മീൻമുട്ട എല്ലാം കാണിച്ചു തരും. നല്ല ചെമ്പല്ലിത്തവ അടിക്കാം. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് മീൻമുട്ടയും ചെമ്പല്ലിത്തവയും അപ്പവും. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ നമുക്കിന്ന് ചെമ്പല്ലിത്തവ കഴിച്ചു. എങ്ങനെയുണ്ട്? ആദ്യം കുറച്ച് അപ്പം എടുക്കുക. ഫിഷ് ആദ്യം എടുക്കുക. ചൂടുണ്ട് കേട്ടോ, നല്ല കേട്ടോ. അടിപൊളി. ഈ സീ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. സാൽമണിൽ അടിപൊളിയാണ് കേട്ടോ. തവ ആയാലും നോർമൽ ആയാലും ഫ്രൈഡ് ആയാലും എല്ലാം സെറ്റാണ്. അപ്പം കൂടി കഴിക്കണം. അടിപൊളി. നെക്സ്റ്റ് മീൻമുട്ട കഴിച്ചോളൂ. മീൻമുട്ട എല്ലാവരുടെ ഫേവറേറ്റാണ്. മീൻമുട്ട അപ്പം കൂടെ കഴിച്ചോളൂ. പക്ഷെ വരുന്നതിന് നല്ല അടിപൊളി മീൻമുട്ട കഴിക്കാൻ വേണ്ടിയാണോ.
അടിപൊളിയാണ്. മസാല ആയാലും വലിയ കത്തുന്ന മസാല ലൈറ്റ് മസാലയാണ്. സാധനം കൊള്ളാം, അടിപൊളി. വരുന്നത് മീൻമട്ട മിസ്സാക്കണ്ട, കഴിച്ചു. ചെമ്പല്ലി, ചൂട് ചെമ്പല്ലിയും വിഴിഞ്ഞൻ ഹാർബറിലെ കാഴ്ച കണ്ട് കഴിക്കാൻ അടിപൊളിയാട്ടോ, സെറ്റാ. മീൻമുട്ട ഫുഡൊക്കെ ഒരു രക്ഷയില്ല, ഒരു മാറ്റം, ടേസ്റ്റ് ഒക്കെ അടിപൊളി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഐറ്റവും ഇവിടെ ഡെയിലി ഉണ്ടാവും. പിന്നെ ഫിഷ് അല്ലേ, നമുക്കൊന്നും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും നമ്മൾ ഈ മസാല, ഈ വലിയ കത്തിക്കറന്ന ലൈറ്റ് മസാല എങ്ങനെ മേക്ക് ചെയ്യുന്നത്? അതാണ് നമ്മുടെ സീക്രട്ട്. അതുകൊണ്ടല്ലേ ഇത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ വീഡിയോ മാക്സിമം നല്ല ക്വാളിറ്റി ഫുഡ് വേണം കേട്ടോ. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, ഓക്കെ. പഠിച്ചായിരുന്നോ? അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് യാത്ര പോകുന്നു. അതിപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ ഇന്നത്തെ യാത്രയും ഈ ഫുഡടിയും എല്ലാം കത്തിച്ച് കളയാൻ വേണ്ടി നമ്മൾ നേരെ ജിമ്മിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. ജിമ്മിലെ വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് വിങ്സിനും ബൈസിനുമാണ്. അതിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.